നമ്മൾ നേരത്തെ വീഡിയോയിൽ മേക്ക് സെറ്റ് ഓപ്പറേഷനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്പറേഷൻസ് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഫൈൻഡ് ഓപ്പറേഷൻ. ഫൈൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് എലമെൻറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മളൊരു പർട്ടിക്കുലർ എലമെൻറ്റിനെ അതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറയുവാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ എലമെൻറ്റ് ആ ഒരു പർട്ടിക്കുലർ സബ്സെറ്റിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഡിറ്റർമൈൻ വിച്ച് സബ്സെറ്റ് എ പർട്ടിക്കുലർ എലമെൻറ്റ് ഈസ് ഇൻ. ഇനി അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? ആ എലമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന റൂട്ട് എലമെൻറ്റിനെ ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ നോക്കുക. നമ്മളൊരു സെറ്റ് 1 2 3 4 കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ 1 പേരൻറ്റ് നോഡായിട്ട് വെച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം അതിനേക്ക് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് 3 എന്നുള്ള എലമെൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പോൾ അവിടെ 3 ഉണ്ടോ നോക്കിക്കേ, ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഉള്ള കേസിൽ 3 ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യണം? റൂട്ട് നോഡ് വേണം റിട്ടേൺ ചെയ്യാൻ. അപ്പോൾ ഇവിടുത്തെ റൂട്ട് നോഡ് ഏതാ? 1. അപ്പോൾ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യും? 1 എന്നുള്ളത് റിട്ടേൺ ചെയ്യും. ഇനി ഇതേ അടുത്തൊരു എക്സാമ്പിൾ 6 5 6 7. നമ്മളോട് 6 ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 6 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ റൂട്ട് നോഡാണ് അല്ലേ? അപ്പോൾ അതിന് വേറെ റൂട്ട് നോഡ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ വാല്യൂ തന്നെ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. 6 തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യും. അതിൻ്റെ അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എഴുതിയാൽ മതി. ഈസി തന്നെയാണ്. അത് പേരൻറ്റ് നോട്ട് ഈക്വൽ ടു നൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പേരൻറ്റിനെ n ആക്കി എടുക്കുന്നു, n റിട്ടേൺ ചെയ്യുന്നു. തേർഡ് വൺ യൂണിയൻ ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് 2 സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഗ്രാഫ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ 1 ഉണ്ട് 6 ഉണ്ട് റൂട്ട് നോഡായിട്ട്. ഇതിന് ജോയിൻ ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. അത് നമ്മൾ വഴിയേ പറയും. അപ്പം ഇവിടെ കൂടുതൽ റാങ്ക് ഉള്ളത് ഏതാണോ അതിനെയായിരിക്കും നമ്മൾ ആദ്യമത്തെ മെയിൻ റൂട്ടായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ 1നെ എടുക്കുന്നു. 1ലേക്ക് 6ഉം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇനി ഇതിൻ്റെ അറേ റെപ്രസെൻറ്റേഷൻ നമ്മൾ നേരത്തെ ഇതിനെ പറ്റിയും പറഞ്ഞതാണ്. എന്ന് പറഞ്ഞ് നമ്മളുള്ള എല്ലാ നോട്ട്സിൻ്റെയും എലമെൻറ്റ്സും നമ്മളവിടെ എഴുതും. പി എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം പേരൻറ്റിനോടായിരിക്കും. ഇവിടെ 2 3 4 അതിൻ്റെ പേരൻ്റ് ഏതാ? 1. അതുപോലെ 5ൻ്റെയും 7ൻ്റെയും പേരൻ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. 6ൻ്റെ പേരൻറ്റും 1 ആണ്. അപ്പോൾ 1ൻ്റെ എന്ത് വരും? നമുക്കുള്ള ടോട്ടൽ എലമെൻറ്റ് എത്രയാണോ ആ നമ്പറിൻ്റെ കൂടെ ഒരു മൈനസും കൂടെ ഇട്ടിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? -7 എന്നായിരിക്കും റൂട്ട് 1ൻ്റെ പേരൻ്റ് നോഡ്. അതിൻ്റെ അൽഗോരിതം ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് യൂണിയൻ 2,6 ഓഫ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. 2 സെറ്റ് തന്നിട്ടുണ്ട്. വിത്ത് ദ ഫംഗ്ഷൻ യൂണിയൻ ഓഫ് x, y പെർഫോംസ് ദ യൂണിയൻ ഓഫ് സെറ്റ്സ് കണ്ടെയ്നിങ് എലമെൻറ്റ്സ് x ആൻഡ് y. ഇവിടെ നമുക്ക് 2,6 യൂണിയൻ എന്ന് പറയുന്നൊരു ഡിസ്ജോയിൻറ്റ് സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ 2ഉം 6 അതായത് S1ഉം S2ഉം നമ്മൾ വരയ്ക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സെറ്റിലെ 2 എന്നല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്, 2നെ നമ്മൾ റൂട്ട് നോഡായിട്ട് എടുക്കുന്നു. S2ൽ 6ഉം റൂട്ട് നോഡായിട്ട് എടുത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ 6നെ 2ലേക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരച്ചു. ഇനി എന്താ, നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പേരൻ്റ് നോഡും റൂട്ട് നോഡും നമ്മൾ എഴുതുന്നു, ഒരു അറേ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 2 റൂട്ട് ആയതുകൊണ്ട് 2നെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും സം ആഡ് ചെയ്തിട്ട് നമ്മൾ -സൈനും കൊടുക്കുന്നു. പിന്നെ നമ്മളോട് വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ബിഗ് O ഓഫ് D അല്ലെങ്കിൽ ബിഗ് O ഓഫ് N ആയിരിക്കും. ഈ ബിഗ് O ഓഫ് D അല്ലെങ്കിൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രീയുടെ ഡെപ്തിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഈ യൂണിയനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പാത്ത് കംപ്രഷനും യൂണിയൻ ബൈ റാങ്കും. പാത്ത് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഗ്രാഫിനെ നമ്മൾ ചെറുതാക്കുന്നതിനെയാണ്. അതായത് ഫ്ലാറ്ററിങ് ദ സ്ട്രക്ചർ ഓഫ് ദ ട്രീ വെനെവർ ഫൈൻഡ് ഈസ് യൂസ്ഡ് ഓൺ ഇറ്റ്. നമുക്കിപ്പോൾ ഫൈൻഡൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഗ്രാഫ് താഴത്തെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഫസ്റ്റത്തെ ഗ്രാഫ് കണ്ടില്ലേ? 1 2 3 4 അങ്ങനെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിന് നമുക്ക് കംപ്രസ് ചെയ്ത് എങ്ങനെ എഴുതാം? എല്ലാത്തിനെയും ഡയറക്റ്റ്ലി 1ലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതാം. കാരണം രണ്ടും സെയിം തന്നെയാണ്. ഇങ്ങനെ കണക്ട് ചെയ്തു 6ൽ നിന്ന് 5ലേക്ക് പോയി 5ൽ നിന്ന് 4ലേക്ക് പോയി ഒക്കെ വന്നാലും അതിൻ്റെ റൂട്ട് നോഡ് 1 തന്നെയാണ്. അതല്ല ഡയറക്റ്റ്ലി കണക്ട് ചെയ്താലും അതിൻ്റെ റൂട്ട് നോഡ് 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
താഴെ താഴെ കണക്ട് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാം. ഇതിനാണ് നമ്മൾ ഫ്ലാറ്ററിങ് അല്ലെങ്കിൽ കൊളാപ്സിങ് റൂൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ ജസ്റ്റ് എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ടായിട്ട് വായിച്ചു നോക്കാം. ഇനി യൂണിയൻ ബൈ റാങ്ക്, ഇവിടെയാണ് നമ്മുടെ റൂൾസൊക്കെ വരുന്നത്. The rank of a node x is similar to the height of x. When performing the operation union x, y, we compare the rank of x and rank of y. അതായത് നമുക്കിപ്പോൾ 2 എലമെൻറ്റ് സെറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിന് യൂണിയൻ ഓപ്പറേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഏതിനെയാണ് ആദ്യം എടുക്കേണ്ടതെന്ന് എങ്ങനെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ റൂൾസിൽ പറയുന്നത്. അത് ചിലപ്പോൾ ഫസ്റ്റത്തെ ഗ്രാഫിലായിരിക്കും എലമെൻസിൻ്റെ എണ്ണം കൂടുതൽ, ചിലപ്പോൾ സെക്കൻഡിലായിരിക്കും, ഇല്ലെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ റൂൾസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ റാങ്ക് ഓഫ് എക്സ് ലെസ് ദാൻ റാങ്ക് ഓഫ് വൈ ആണെങ്കിൽ, റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ്. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ റാങ്ക് ഓഫ് എക്സ് ആണല്ലേ ചെറുത്, വൈ വലുതാണ്. അങ്ങനെയാണെങ്കിൽ വൈയെ നമ്മൾ എക്സിൻ്റെ പേരൻ്റായിട്ട് ചൂസ് ചെയ്യും. സെക്കൻഡ് വൺ ആയിരിക്കും നമ്മൾ മെയിൻ ഗ്രാഫായിട്ട് വരയ്ക്കുക. ഇനി റാങ്ക് എക്സ് ആണ് ഗ്രേറ്റർ എങ്കിലോ നമ്മൾ എക്സിനെ ആയിരിക്കും പേരൻ്റായിട്ട് വരയ്ക്കുന്നത്. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഗ്രാഫിനെ പേരൻ്റായിട്ട് വരയ്ക്കും. ക്ലിയർ അല്ലേ? അതാണ് ഇവിടുത്തെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. രണ്ടും സെയിം ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് എലമെൻറ്റിനെ മെയിൻ ട്രീ ആയിട്ട് വരച്ചു വെച്ചു. ഇനി അടുത്തത് ഗ്രാഫ്. ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സാധനം തന്നെ ഇവിടെയും പറയുന്നത്. ഗ്രാഫിന് ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെർട്ടിസസ് ഉണ്ടായിരിക്കും, ഫൈനൈറ്റ് സെറ്റ് ഓഫ് എഡ്ജസും ഉണ്ടായിരിക്കും. ഇനി ഈ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ 2 തരത്തിലുണ്ട്. അഡ്ജസൻസി മെട്രിക്സും അഡ്ജസൻസി ലിസ്റ്റും. അഡ്ജസൻസി മെട്രിക്സും നമ്മൾ കഴിഞ്ഞ സെമ്മിൽ മാത്സിലെല്ലാം പഠിച്ചതാണ്. നമുക്ക് തന്നിരിക്കുന്ന എലമെൻസിൻ്റെ നോക്കുക. ഇഫ് adjacency matrix of I, j equal to 1, then there is an edge from vertex I to vertex j. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിൽ എ എന്ന് പറയുന്ന എലമെൻറ്റ് നിങ്ങൾ നോക്കിക്കേ, അതിന് എങ്ങോട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വരയിലുള്ള എല്ലാത്തിനും എടുക്കാം. ആരോ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആരോ പോയിൻ്റ് ചെയ്യുന്ന ഭാഗത്തെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എയിന്ന് ബിയിലേക്കുണ്ട്, എയിന്ന് ഡിയിലേക്കുണ്ട്, എയിന്ന് സിയിലേക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എലമെൻറ്റിൽ നിന്ന് വേറൊരു എലമെൻറ്റിലേക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? 1 എന്ന് കൊടുക്കും. ഇനി കണക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കും? 0 കൊടുക്കും. നോക്കിക്കേ, എയിന്ന് എയിലേക്ക് ലൂപ്പ് വല്ലതും ഉണ്ടോ? ഇല്ല. ലൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ 1 കൊടുക്കുമായിരുന്നു. ലൂപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 കൊടുത്തു. എയിന്ന് ബിയിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ടല്ലേ, അപ്പോൾ എയിന്ന് ബിയിലേക്ക് നമ്മൾ 1 കൊടുക്കുന്നു. എയിന്ന് സിയിലേക്കുണ്ട്, അതുകൊണ്ട് അവിടെ 1. എയിന്ന് ഡിയിലേക്കുണ്ട് 1. എയിന്ന് ഇയിലേക്കുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ 0. അതേപോലെ തന്നെ ബിന്ന് എയിലേക്കും ഡിയിലേക്കും ഇയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ബിയിൽ എയും ഡിയും ഇയും നമ്മൾ 1 എന്ന് കൊടുക്കും, ബാക്കിയുള്ളത് 0. ഡി നോക്കിക്കേ, എല്ലായിടത്തേക്കും കണക്ഷനുണ്ട്. ഡിക്ക് തന്നെ ഒരു സെൽഫ് ലൂപ്പും ഉണ്ട്, അതുകൊണ്ട് ഡിയുടെ എല്ലാ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അത് ഈസിയാണ്, നിങ്ങൾ ജസ്റ്റ് നോക്കി ചെയ്താൽ മതി. ഇനി അഡ്ജസൻസി ലിസ്റ്റ്. ആൻ അറേ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് യൂസ്ഡ്. സൈസ് ഓഫ് ദ അറേ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടിസസിന് ഈക്വൽ ആയിരിക്കും. ഈ ഗ്രാഫ് നമ്മൾ ആരോ മാർക്ക് വെച്ചാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനൊന്നും ചെയ്യാനില്ല. നമ്മൾ എ എടുക്കുവാണെങ്കിൽ എ എങ്ങോട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ബി എന്ന് എങ്ങോട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ജസ്റ്റ് വരച്ചാൽ മതി. അതായത് എന്ന് ബിയിലേക്ക് നമ്മൾ വരയ്ക്കുന്നു, ബിന്ന് ഇയിലേക്കാണ്, അത് ഇ ആണ് കേട്ടോ. ഇന്ന് കൊടുക്കുന്നു. ഇന്ന് വേറെ എങ്ങോട്ടെങ്കിലും ആരോ മാർക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ വെച്ച് ആ ലിങ്ക് അവസാനിക്കുകയാണ്. അതാണ് നമ്മളവിടെ ഒരു എക്സ് സൈൻ ഇട്ടിരിക്കുന്നത്. അതേപോലെ ജസ്റ്റ് നമ്മളിവിടെ ബാക്കിയും കൂടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലിങ്ക് ചെയ്ത് പോകുന്നിടത്തേക്ക് ഇടുന്നു. ലാസ്റ്റ് ഇന്ന് ലിങ്ക് ചെയ്യാനൊന്നും ഇല്ലയെന്ന് വരുമ്പോൾ നമ്മളവിടെ ഒരു എക്സ് മാർക്ക് കൂടെ ഇടുന്നു. ഇതാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.